സമ്പത്ത് വർദ്ധിക്കാനും ഐശ്വര്യമുണ്ടാകാനും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഇതിനായി പലരും പല കാര്യങ്ങളെ കൂട്ടുപിടിക്കാറുമുണ്ട്. ഇത്തരത്തിൽ ഒന്നാണ് വീട്ടിൽ ചില സസ്യങ്ങൾ നടുന്നത്. വീട്ടിൽ തന്നെ പണം എന്നതിനെ സൂചിപ്പിക്കുന്ന മണി പ്ലാന്റ് വീട്ടിൽ വയ്ക്കുന്നത് പണമുണ്ടാകാൻ നല്ലതാണെന്ന് നാം പൊതുവെ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ മിക്കവാറും വീടുകളിൽ ഇതുണ്ടാകും. വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താൽ പണം കൂടും. നാം വിചാരിക്കുന്ന ഐശ്വര്യവും സത്ഫലവും വരും. 2 സ്ഥാനങ്ങളിൽ മണി പ്ലാന്റ് വയ്ക്കുന്നത് സമ്പത്തുണ്ടാകാൻ പ്രധാനമാണ്. ഒന്ന് മഹാലക്ഷ്മി വാസമുള്ള സ്ഥാനത്താണ്, അതായത് തെക്ക് കിഴക്കേ മൂല. അടുത്തത് കുബേരന്റെ ദിക്ക് എന്നറിയപ്പെടുന്ന വടക്കു ദിക്കും. ഈ 2 സ്ഥാനങ്ങളിലോ ഇതിലേതെങ്കിലും ഒരു ഭാഗത്തോ മണി പ്ലാന്റ് വയ്ക്കുന്നതാണ് ഉത്തമം. സാമ്പത്തിക ലാഭത്തിനായി മണി പ്ലാന്റിന്റെ ചുവട്ടിൽ ഒരു നാണയം വയ്ക്കുകയാണ് വേണ്ടത്. ചെടി തറയിലാണോ ചവിട്ടിയിലാണോ വെച്ചിരിക്കുന്നതെന്ന അനുസരിച്ച് ഇതിന്റെ ചുവട്ടിലായി മണ്ണ് മാറ്റി വെച്ചാൽ മതിയാകും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 1 രൂപ നാണയമോ 5 രൂപ നാണയമോ എടുത്ത് ഇത് നിലവിളക്കിന് മുന്നിൽ ഇരുന്നോ നിന്നോ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും മഹാലക്ഷ്മി ദേവി മന്ത്രം 108 തവണ ചൊല്ലി 2 കൈയും കൂപ്പി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരാനും കടങ്ങളുണ്ടെങ്കിൽ ഇത് മാറാനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലെ തൊഴിലുയർച്ചയ്ക്കായി പ്രാർത്ഥിക്കാം. ഭാഗ്യം തുണയ്ക്കാനും നല്ല വിജയമുണ്ടാകാനും പ്രശസ്തിയും പ്രശംസയും സാമ്പത്തിക സ്രോതസ്സുകളും നമ്മെ തേടി വരാനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനുശേഷം നാണയത്തിൽ ഇരുവശത്തും അല്പം നെയ്യ് പുരട്ടാം. ഈ നാണയം കയ്യിൽ പിടിച്ച് നിലവിളക്കിൽ 3 തവണ ഒഴിയുക. ശേഷം ഇത് തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞ് മണി പ്ലാന്റിന്റെ ചുവട്ടിൽ കുഴിച്ചിടുക. ഇത് സാമ്പത്തിക ലാഭത്തിന് നല്ലതാണ്. ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാൻ ഇതേറെ നല്ലതാണ്. മണി പ്ലാന്റിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക. ഇതിനെ തൊട്ടു തഴുകി സംസാരിക്കുകയുമാവാം. പുറത്തുനിന്നും വരുന്നവരെ മണി പ്ലാന്റ് തൊടാനോ ഇലകൾ നുള്ളാനോ ഒന്നും തന്നെ അനുവദിക്കരുത്.